ഹലോ മച്ചാന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ അബഹയിൽ നിന്നും പോവുകയാണ് കേട്ടോ റിയാദിലേക്ക്. രാവിലെ തന്നെ ഫുള്ള് പാക്കിങ്ങും എല്ലാം കഴിഞ്ഞു. സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി. കുറച്ച് സാധനം ആ വണ്ടിയിൽ മുതലാളിയുടെ വണ്ടിയിലോട്ട് സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാണിച്ചു തരാം. യെസ്, കണ്ടില്ലേ, ഇത് കുറച്ചേ ഉള്ളൂ. നമ്മളെ വണ്ടിയിൽ ആൾറെഡി ഫുള്ളായി. കാണിച്ചു തരാം. യെസ്, ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ നേരെ റിയാദിലേക്ക്. നമ്മൾ രാവിലെ തന്നെ പോയി വണ്ടിക്ക് എയറെല്ലാം അടിച്ചു കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഇതിന് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ പ്രഷർ ഉണ്ടോ, ഡിസ്പ്ലേ കണ്ടില്ലേ, 3 ടയറിൽ കാറ്റ് കുറവാണ് എന്നാണ് കാണിക്കുന്നത്. എണ്ണ എന്തായാലും 3/4 ടാങ്ക് ഉണ്ട് കേട്ടോ. നമ്മളതിൽ എണ്ണ അടിക്കണം. 3 കട്ടയേ ഉള്ളൂ. ഒരു ഏകദേശം സാധനങ്ങൾ ഇതിലും അകത്തൊക്കെ കുറച്ചൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനിയും കയറ്റാനുണ്ട്. എന്തായാലും 12 മണിക്കാണ് ഇറങ്ങുമെന്ന് പറഞ്ഞു കേട്ടോ. സമയം 12:30 ഇനി ഏത് സമയത്താണ് അത് റിയാദിൽ ചെന്ന് കയറുന്നത്? എനിക്ക് തോന്നുന്നു രാത്രി ഒരു 10 മണിയെങ്കിലും ആവും തോന്നുന്നു. നോക്കാം എന്താണെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ കാറ്റടിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഇത് നിസാനാണ് കേട്ടോ, നിസാൻ അൾട്ടിമ. അപ്പോഴെന്തായാലും പോവാം. ഫൈനലി നമ്മളെ വണ്ടിക്ക് സാധനങ്ങളെല്ലാം ഫുള്ളാക്കി കേട്ടോ. നോക്കിയാൽ ഇത് റാഹൻ എന്നാണ് തോന്നുന്നു. നല്ല മണം. അതാണ് തന്നെ എന്തൊക്കെയോ പേരറിഞ്ഞൂടാത്ത കുറേ ചെടികളുണ്ട് കേട്ടോ. പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അകത്ത് നമുക്ക് ഇത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം അകത്ത്. പിന്നെ എൻ്റെ ലഗേജ് എല്ലാം ഞാൻ ഫ്രണ്ടിൽ തന്നെ വെച്ചു നേരത്തെ. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. സമയം വന്നിട്ട് 12:40 ആയപ്പോഴത്തേക്കുള്ള ക്ലൈമറ്റ് ഉണ്ടോ, എന്താ മേഘങ്ങളൊക്കെ വന്നിങ്ങനെ താന്ന് നിൽക്കണം കേട്ടോ. എൻ്റെ പൊന്നും എന്തോ ഭംഗി നോക്കിയാണ്. അല്ലെങ്കിൽ നമ്മൾ പോകാൻ നേരത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഭംഗി കൂടിക്കൂടി വരും കേട്ടോ. അതങ്ങനെയാണ് എവിടെയെങ്കിലും പോകാൻ നേരത്ത്. അപ്പോഴെന്തായാലും സ്ഥല ടൈമായി. മുതലാളി അടുത്ത യാത്ര പറയാൻ പോയിരിക്കുകയാണ്. പോയിട്ട് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അയ്യോ, വണ്ടി ഓടിപ്പോയി. ചാവിതായിരിക്കുന്നു എൻ്റെ കയ്യിൽ. അയ്യോ, മിക്കാറിപ്പോൾ വിളിക്കും. നോക്കാം എന്താണെന്ന് വെച്ചിട്ട്. വിളിക്കുകയാണെങ്കിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. എൻ്റെ കയ്യിലാണ്. ഇപ്പം ഞാനാണ് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് നേരത്തെ. എന്നിട്ടത് അതിൽ വയ്ക്കാനായിട്ട് മറന്നു. എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. യെസ്, എന്നിട്ട് 3 കട്ട എണ്ണ ഉണ്ട് കേട്ടോ. പിന്നെ 200 കിലോമീറ്റർ കൂടെ ഓടാനുള്ള എണ്ണ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഫുൾ ടാങ്ക് അടിക്കണം. അപ്പോഴേ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. വന്നിട്ട് ഒരുമിച്ചങ്ങ് പോവാം. ഓക്കെ. നമ്മൾ ഫസ്റ്റ് പെട്രോൾ അടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുൾ ടാങ്ക് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 91. നമ്മൾ ഈ ഗ്ലാസ് കംപ്ലൈൻ്റ് ആയതിനു ശേഷം താക്കാനും പൊക്കാനും പാടായി. പിന്നെ എന്ത് കാര്യത്തിനും ഇപ്പോൾ ഡോർ തുറക്കേണ്ട അവസ്ഥയായി. റിയാദിലെത്തിയിട്ടാണ് ഇത് ശരിയാക്കാനായിട്ട് പറയാനായിട്ടുള്ള. പെട്രോളൊക്കെ തന്നെ അടിക്കുന്ന തന്നെ. ഇവിടെ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസലും കൂടുതലാണ്. ഡീസലിൻ്റെ കേജുകൾ വരുന്ന സ്ഥലം കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഡീസൽ വണ്ടികൾ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. 101 റിയാൽ കേട്ടോ. അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും പോയില്ല. കുറച്ചെണ്ണം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടുണ്ട്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് നീങ്ങാം. അപ്പോൾ നമ്മൾ ബീശ കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് 550 കിലോമീറ്റർ കൂടെ ഉണ്ട്. രാവിലെ തന്നെ കടയിൽ പോയിട്ട് പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു കേട്ടോ. പിന്നെ ഒരു കുപ്പി വെള്ളമോടെ എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് കഴിച്ചില്ലായി. നമ്മൾ 12 മണിക്ക് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ ഇറങ്ങി സമയം 1 മണി അടുപ്പിച്ചായി ഇറങ്ങിയപ്പോഴത്തേക്ക്. അതാണ് ഇത്രയും ലേറ്റായി. അപ്പൊ മരുഭൂമിയിൽ പുല്ലില്ലല്ലോ, പിന്നെ എങ്ങനെ ഒട്ടകങ്ങളൊക്കെ കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഈ വലത് സൈഡിൽ കാണുന്നുണ്ടല്ലേ,
എല്ലാം പച്ച പുല്ലുകളാണ്. മഴ പെയ്തിട്ട് പുതുതായിട്ട് വന്ന പുല്ലുകളാണ് ഈ പച്ച കളറിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിക്കാനായിട്ടാണ് ഒട്ടകങ്ങൾ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ 2-3 ഒട്ടകങ്ങളൊക്കെ അവിടെ നിന്ന്. അപ്പം ഇവിടെയൊക്കെ അടുത്ത് ഫാമുകളും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഇവിടെ എന്തോ ഒരു പ്രോജക്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഏതോ ഒരു റിഗാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. തന്നെ നമുക്കിനി കുറച്ച് ദൂരോടെ ചെന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിരുന്നെങ്കിൽ അത് നിർത്താതെ വിട്ടു പോവേണം കേട്ടോ. നോക്കാം, ഇവിടെ വരെ പോ നോക്കട്ടെ. അപ്പോൾ സമയം വന്നിട്ട് 5 മണിയോട് അടുക്കാറാവുന്നു കേട്ടോ. ആ വെയിലൊക്കെ അങ്ങോട്ട് പോയിട്ട് ഏകദേശം ഒരു വൈകുന്നേര സീനറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഏതാ? താഹു ആണെന്ന് തോന്നുന്നു കേട്ടോ. പ്രത്യേകിച്ച് വലിയ വണ്ടിയില്ലേ, GMC, ഫോർച്യൂണർ പോലത്തെ വണ്ടിയിലൊക്കെ കാറ്റ് പിടിപ്പ് കുറവാണ്. ചെറിയ വണ്ടിയൊക്കെ നല്ല കാറ്റ് പിടുത്തമുണ്ട് കേട്ടോ ഈ റോഡിൽ. കാറ്റ് പിടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു ലാഞ്ചല ആ സമയം കൈ നിൽക്കില്ല. ഇതിപ്പോൾ കുഴപ്പമില്ല, ഒരേ ലെവലിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അപ്പോഴെന്ന് വെച്ചാൽ അവരുടെ സമയം വന്നിട്ട് 5:30 ആയപ്പോഴത്തേക്ക് നമ്മളൊരു പമ്പിൽ വന്നു കേട്ടോ. ഇവിടെ വണ്ടി ഒതുക്കി മുതലാളിയൊക്കെ നിസ്കരിക്കാനായിട്ട് പോയി. ഞാൻ ബാത്റൂമിൽ പോയി. ഇനി തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എണ്ണ അടിക്കണം. കാറൊക്കെ കൊണ്ടുവരുന്ന വണ്ടി കണ്ടില്ലേ, കണ്ടെയ്നർ. അയ്യോ, എത്ര എണ്ണം നോക്കിയാണ്? 4 8 എണ്ണം. കുറേ ദൂരം ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഇവിടെ നിന്ന് നേരെ പോകണം. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ആളനക്കമൊക്കെ കണ്ടത്. ഇത്രയും ദൂരം വന്നിട്ടും വണ്ടികളും എല്ലാം കുറവായിരുന്നു. അപ്പോഴിനി ഇവിടെ നിന്നുള്ള അടുത്ത യാത്ര പോയാലോ? നമുക്ക് കഴിക്കാനായിട്ട് 3 കാരക്കാന്ന് കേട്ടോ. ഇനി പോയിട്ട് ചായ കുടിക്കണം. ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോയെന്ന് പറയും. അപ്പുറത്ത് തന്നെ ഒരു അയ്യോ ന്യൂസ്. അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാം. പെട്രോൾ അടിച്ചതിന് ശേഷം ഒരു ചായയും കൂടെ മേടിച്ചിട്ട് ഇവിടെ നിന്ന് പതുക്കെ നീങ്ങാം. നമുക്കിപ്പോൾ വന്നിട്ട് ഹാഫ് ടാങ്ക് ഉണ്ട് കേട്ടോ പെട്രോളും. ബാക്കി ഇവിടെ അടിച്ചിടാം. പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്രോൾ ഹാഫ് ടാങ്ക് ആയി. അപ്പോൾ വെയിറ്റ് ചെയ്യാം, അടിച്ചിട്ട് കാണാം. അപ്പോഴും നമ്മൾ കട്ടൻ ചായ ആണ് കേട്ടോ മേടിച്ചത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ചായ മറ്റേ ടീ ബാഗ് ഇട്ടുള്ളതാണ്. അത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് കട്ടൻ ചായ മേടിച്ചു. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഈ ഇലയൊക്കെ ഇട്ടപ്പോഴത്തേക്കും. ഇത് കുടിക്കണം. കുറച്ച് പഞ്ചസാര ഞാൻ അധികം ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് നീങ്ങാം. അപ്പോൾ ഇനിയിപ്പം സമയം വന്നിട്ട് 5:43 ആയിട്ടോ. ഇത് കുടിക്കുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം കിട്ടും. മുതലാളി കടയിലോട്ട് പോയിട്ടുണ്ട്, ബക്കാലയിലോട്ട് എന്തോ വാങ്ങാനായിട്ട്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് വണ്ടി എടുത്താൽ മതിയെന്ന് പറഞ്ഞു. നോക്കാം, എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാനായിരിക്കും കഴിക്കാനായിട്ട്. നോക്കട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫൈനൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫത്തീറ, അത് കണക്ക് തന്നെ ഒരു സെവനപ്പല്ല മെറിൻഡ, പിന്നെ മുട്ടായികൾ, ചെറിയ കേക്ക്, പിന്നെ ഒരു ലെയ്സ് കേട്ടോ. ലെയ്സിൻ്റെ വേറെ സാധനം. അപ്പോൾ ഞാൻ എന്തായാലും ഈ മേടിച്ചെന്ന സാധനമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോട്ടെ. വണ്ടി ഒറ്റ റോഡാണ് കേട്ടോ റിയാദിലേക്ക്. ഇനിയൊരു 300 ചില്ലറ കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. 2 ചെക്കിങ് ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് വണ്ടിയുടെ എസ്റ്റിമാറാണ് ചോദിച്ചത്, അതായത് വണ്ടിയുടെ RC ബുക്ക്. ഒരു സ്ഥലത്ത് ഇക്കാമയാണ് ചോദിച്ചത് കേട്ടോ. വളരെ സൗമ്യമായിട്ട് ചോദിച്ചു. കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും പൊയ്ക്കോളാൻ പറഞ്ഞു. ആദ്യം വണ്ടിയുടെ എസ്റ്റിമാർ ചോദിച്ച സ്ഥലത്ത് ചോദിച്ചു എവിടെ പോയെന്ന് ചോദിച്ചു. നമ്മൾ അബഹയിൽ പോയിരുന്നു, റിയാദിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ വണ്ടിക്കകത്ത് കുറേ ചെടിയും മണിയൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. ക്ലാസ്സിൽ കൂടെ നോക്കിയിട്ട് പറഞ്ഞു ആ പൊയ്ക്കോളാൻ പറഞ്ഞു. രണ്ടാമത്തെ സ്ഥലത്താണ് ഇക്കാമ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇക്കാമ കാണിച്ചു കൊടുത്തു. പറഞ്ഞു ആ പൊയ്ക്കോളാൻ പറഞ്ഞു. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പേപ്പർ വർക്ക്, നമ്മളെ പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗദി അറേബ്യയിൽ എവിടെ വേണേലും പോകാം കേട്ടോ. പക്ഷെ എല്ലാം കറക്റ്റ് ആയിരിക്കണം, അതാണ് മെയിൻ.
മച്ചാമാരെ ഇനി വെറും 150 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ. സമയം വന്നിട്ട് 9:37 ആയിട്ടുണ്ട്. നമ്മൾ 11 മണിക്ക് തന്നെ എത്തും തോന്നുന്നു കേട്ടോ. നോക്കാം എന്തായാലും. അപ്പോഴെന്തായാലും ഇനിയിപ്പോൾ റിയാദ് എത്തിയിട്ട് കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഇരുട്ടായിട്ട് കാഴ്ചകളൊന്നുമില്ല, ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഒരു ക്യാമറ നോക്കി ഇങ്ങനെ പോകണം കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ടാസ്ക്. എവിടെയാണ് കുറ്റി വെച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോഴെന്തായാലും റിയാദ് എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പോഴും വെച്ചാൽ കൃത്യം നമ്മൾ 11:10 ആയപ്പോഴത്തേക്ക് നമ്മൾ വീടെത്തി കേട്ടോ. അപ്പം നമ്മളിതാ വീട്ടിൻ്റെ വെളിയിലാണ്. വണ്ടിയിൽ നമ്മളിവിടെ ഇത് ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മേലോണ്ട് വെച്ചു കൊടുത്തു കേട്ടോ. അതാണ് ഇത്ര ലേറ്റായ വീഡിയോ എടുക്കാനായിട്ട്. മാത്രമല്ല നമ്മൾ വരുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടലിൽ കയറി കപ്സയൊക്കെ അടിച്ചു. അതാണ് കുറച്ചുകൂടെ ലേറ്റായത്. എന്തായാലും ഇനി ഈ ഒരു ബ്ലാങ്കറ്റാണ് എൻ്റെ കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് റൂമിലോട്ട് പോകണം. ബാക്കി ഈ പെട്ടിയും സാധനമൊക്കെ ഇതിൽ തന്നെ ഇരിക്കട്ടെ. അവിടെ റൂം വൃത്തിയാക്കിയിട്ട് നാളെ എടുത്തുകൊണ്ട് കയറ്റണം. ഇന്നിപ്പോൾ രാത്രി അങ്ങോട്ട് കൊണ്ടുപോയി എല്ലാം കൂടെയൊക്കെ വയ്ക്കാനായിട്ടുള്ള സ്ഥലമില്ല. മാത്രമല്ല നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.